നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് രാജ്യതലസ്ഥാനത്ത് CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി വിസ്മയ മോഹൻലാലും ടൊവിനോ തോമസും. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം. പ്രതിഷേധക്കാരുടെ നിലപാടുകളോട് യോജിച്ചാലും ഇല്ലെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധങ്ങളോട് ഭരണകൂടം പ്രതികരിക്കേണ്ട ഈ രീതിയിലല്ല എന്നും ഇരുവരും പങ്കുവച്ച കുറിപ്പുകൾ വ്യക്തമാക്കുന്നു. ചോദ്യം ചോദിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ജനതയോട് അനുഭാവപൂർവ്വം ചർച്ചകൾ നടത്തുന്നതിന് പകരം ഈ രീതിയിൽ ബലമായി അടിച്ചമർത്തുകയാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഏത് തരത്തിലുള്ള ജനാധിപത്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വിസ്മയ മോഹൻലാൽ ഉന്നയിക്കുന്നു. രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ ഈ വിധം അടിച്ചമർത്തുന്ന ജനാധിപത്യത്തിന് തന്നെയുള്ള വിശ്വാസം ഇല്ലാതാകുമെന്നും പ്രതിഷേധക്കാരുടെ നിലപാട് എന്തുതന്നെയായാലും ഈ വിധമല്ല അവരെ നേരിടേണ്ടതെന്നും ടൊവിനോ തോമസും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. വിസ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ടിയർ ഗ്യാസുകളും ലാത്തിചാർജും, വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു, റോഡുകളും മെട്രോ സ്റ്റേഷനുകളും അടച്ചുപൂട്ടിയ നിലയിൽ, നഗരത്തിലാകെ കനത്ത ബാരിക്കേഡുകളുടെ കവചം, ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിഷേധക്കാരോട് നിങ്ങൾ യോജിക്കണമെന്നില്ല, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയോ അവരുടെ സംഘടനകളെ അംഗീകരിക്കുകയോ ചെയ്യേണ്ടതില്ല. പക്ഷേ പ്രതിഷേധ സ്വയം വരുത്തുന്ന പൗരന്മാരോട് ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഏതുതരം ജനാധിപത്യത്തിലേക്കാണ് രാജ്യം പോകുന്നതെന്ന് ചോദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഇത് നമ്മുടെ നഗരത്തിലോ അയൽപക്കത്തോ കുടുംബത്തിലോ സംഭവിച്ചേക്കാം. ഒരു ജനാധിപത്യ രാജ്യം തൻ്റെ പൗരന്മാരോട് പ്രതികരിക്കേണ്ടത് ഈ മട്ടിലാണോ എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ ദേശീയബോധത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നവരായി ഒന്ന് പറയട്ടെ, നിങ്ങളെക്കാൾ നന്നായി എനിക്ക് എന്നെ അറിയാം. ഏത് രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാത്തരം വിഭജനങ്ങൾക്കും അപ്പുറമാണത്. എൻ്റെ രാഷ്ട്രീയം മനുഷ്യത്വമാണ്, എൻ്റെ വിശ്വാസം സമാധാനവും. ഇങ്ങനെയാണ് ടൊവിനോ തോമസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്.